പക്ഷെ പടം വേറെ ലെവൽ. തേർഡിന് വേണ്ടി കാത്തിരിക്കുന്നു. വെറുതെ ശോകം എന്നൊക്കെ പറഞ്ഞാൽ രക്ഷപ്പെട്ടു. പടം ഒരു ഫസ്റ്റിന്റെ അത്ര ഒരു ഗും വന്നിട്ടില്ല. എനിക്കൊരു പ്രധാന കുറവ് തോന്നുന്നത് റഹ്മാന്റെ കുറവാ. അനിരുദ്ധ അത്ര ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഫസ്റ്റിന്റെ ഒരു BGM എന്ന് പറഞ്ഞിട്ടില്ല, നമുക്കൊരു രോമാഞ്ചമായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു BGM ആ ഒരു പക്കലേക്ക് വന്നിട്ടില്ല. പക്ഷെ തേർഡിന് വേണ്ടി കാത്തിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിച്ച്, പക്ഷെ അവസാനം വരുമ്പോ പിന്നെ താത്ത അവസാനം ഓടിക്കുന്ന ഒരു വണ്ടി ഉണ്ട്, അതിന്റെ മൈലേജ് ഇത്ര പറഞ്ഞായിരുന്നു. രക്ഷപ്പെട്ടു. മ്യൂസിക് അതിന്റെ കുഴപ്പമില്ല, പക്ഷെ കുത്തിക്കേറ്റി ഒരു എലവേഷൻ സീനോ അല്ലെങ്കിൽ നമുക്കൊരു പടത്തിൽ നമുക്കൊരു ഗൂസ് ബം സീനോ അല്ലെങ്കിൽ പറയത്തക്ക ഒരു സീൻ അങ്ങനെയൊന്നും ഇല്ല. ക്ലൈമാക്സ് ഒക്കെ ലൈക്ക് സീരിയസ് ആയിട്ട് അവരെടുത്തു, പക്ഷെ കോമഡി ഷട്ടൂരിയുടെ അത് നമ്മൾ ട്രെയിലർ കണ്ടതിനെക്കാട്ടും ഭീകരമാണ്. 2 മിനിറ്റ് കഴിയുമ്പോ ധർമ്മ എന്തോ അത് താത്ത മാറി മസിൽമാനോ പടം മാറി നമുക്ക് പിന്നെ ഫസ്റ്റില് നമ്മൾ ഈ പറഞ്ഞ ഒരു വർമ്മ അത് ചെയ്യാൻ ആവശ്യമുണ്ടായിരുന്നു. ഇതിനകത്ത് ഇവര് വർമ്മയെ ചെയ്യുമ്പോ വർമ്മ നോക്കുമ്പോ ബാക്കി എല്ലായിടത്തും LED ബൾബ്സ് കത്തിച്ച പോലെ അതൊക്കെ ഭയങ്കര ഓവറായി പോയി. അത് നമ്മൾ അത്ര ക്ലാസിക് ആയിട്ട് സാധനത്തിനെ കൊമേഴ്ഷ്യൽ ആക്കാൻ നോക്കിയിട്ട് ഒട്ടും വർക്കായില്ല. ഒരു ശങ്കർ പടം എന്ന് പറയാൻ പടം മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഇന്ത്യൻ മണ്ണ് കണ്ടോട്ട് പോവാണെങ്കിൽ, ഞാൻ ഇന്നലെ ഇന്ത്യൻ മണ്ണ് കണ്ടിട്ട് ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ പടം മൊത്തം കയ്യിൽ പോയി. വെറുതെ ഒരു ആവശ്യമില്ലാതെ ചുമ്മാ എടുത്ത് വെച്ചേക്കുന്നത്. ഒരു മാസ് മസാല പടം ചുമ്മാ മറ്റേ ഒരു മാസ് മസാല പടം എങ്ങനെ വെച്ചാൽ അതുപോലെ ഇന്ത്യൻ ടൂർ നടക്കണ്ടായിരുന്നു. വെറുതെ ചുമ്മാ ഒരു പേരിട്ടിട്ടൊക്കെ ഇറക്കിയാൽ മതിയായിരുന്നു. വെറുതെ ആ ഒരു ഐക്കോണിക് ക്യാരക്ടറെ കൊണ്ടുവന്ന് നശിപ്പിച്ച് അവസാനം എന്തൊക്കെ ബോഡിയൊക്കെ കാണിച്ച് പിന്നെ അവസാനം തിയേറ്ററിൽ കാണാൻ കൂവായിരുന്നു. ഗോബാക്കിന്റെ പടം നോക്കുമ്പോ കമ്പാക്കിന്റെ പടം കഴിയുമ്പോ ഗോബാക്കിന്റെ ഇന്ത്യൻ മണ്ണിന്റെ അത്ര പോരാ. സ്ത്രീ വരാൻ കൊണ്ട് അത് ഇത്തിരി പ്രതീക്ഷ നോക്കട്ടെ. അടിപൊളിയാണ്. അതില് ഇത്തിരി പ്രതീക്ഷ ഉണ്ട്. അത്ര ഓറിച്ച് മൊത്തത്തിലേ നയിക്കുമ്പോ എന്തോ BGM പോരാ. കമലഹാസൻ സാറിന്റെ കമ്പാക്ക് ചിത്രമാണ്. ബോറടിപ്പിക്കുന്നില്ല. ഫസ്റ്റ് ഹാഫ് വരെ കുറച്ചുകൂടി ചെറിയ ലാഗുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ ആ ഒരു നമുക്ക് എന്താണ് കഥയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അത് സാഹസികമായിട്ടുള്ള കുറച്ചുകൂടി കോമഡി രീതിയിൽ പറയുന്നുണ്ട് ആദ്യം ഫസ്റ്റ്. പക്ഷെ സീരിയസിലാണ് ഒന്നുമില്ല പടത്തിൽ. 2 മണിക്കൂർ ഉറക്കം കിട്ടിട്ട് പടത്തിന് വെളുപ്പാകാലത്ത് കാഴ്ചവെത്തി വന്നേ ഒന്നും നടന്നില്ല. എന്നിട്ട് വെറുതെ ശോകം എന്നൊക്കെ പറഞ്ഞ പട്ടി ശോകം ചോദിച്ചു നോക്ക്. കമലഹാസൻ പക്ഷെ സെക്കൻഡ് ഫസ്റ്റ് ശബ്ദം ഒന്ന് സ്ലോ ആയിരുന്നു. പക്ഷെ പടം വേറെ ലെവല്. ഏറ്റവും ലാസ്റ്റ് പടത്തിന് ഒരു ട്രെയിലർ കൊടുത്തിട്ടുണ്ട്. ആ ട്രെയിലർ എന്ന് പറയുന്നത് സംഭവം സേനാപതിയുടെ പഴയ കാലത്തെ ഒരു ചരിത്രം എന്താണെന്നുള്ളതാണ് ആ ട്രെയിലർ. പടം പൊളി എറിഞ്ഞാൽ പൊളി. അതിൽ കമലഹാസൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഒടിവും മുടിയാതെ ഓളവും മുടിയാതെ அந்த டோமன் தெரியாட்டம் போய் பாரு. இந்த திയേറ്ററിൽ പോയി പാര്. പടം വേറെ ലെവല്. ഞാൻ രാവിലെ വെളുപ്പിന് 2:30 മണിക്ക് വന്നപ്പോൾ പുള്ളിയോട് ഉണ്ടായിരുന്നു. ഈ പുള്ളിയോടെ വന്നാണ് ഞാൻ കണ്ടത്. പോസിറ്റീവായിട്ട് വന്നത്. പുള്ളിയുടെ നായകൻ ആ ഒരു വ്യാസം ചെയ്യാൻ മലയാളത്തിൽ ഒരേ ഒരു നടനേ ഉള്ളു, മോഹൻലാൽ. പറയണ്ടേ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ അവർക്ക് വന്നതൊന്നും മോശമായില്ല. സേനാപതിയുടെ സെക്കൻഡ് ഹാഫിൽ ഇന്ത്യൻ ടൂടെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞത് എനിക്ക് ഗംഭീരമായിട്ട് ആക്ഷൻസും മാസും ഒക്കെ ചേർന്ന് എന്താ പറയാ, ഞാൻ ഭയങ്കര ആവേശത്തിലായിരുന്നു. സെക്കൻഡ് ഹാഫ് തൊട്ട് ആവേശത്തിലായിരുന്നു. മ്യൂസിക് എനിക്ക് അങ്ങോട്ടേക്ക് അത്രയും ഫസ്റ്റിനേക്കാൾ എനിക്ക് ഇന്ത്യൻ വണ്ണാണ് ആക്ച്വലി മ്യൂസിക് എനിക്ക് ഇഷ്ടമായത്. പിന്നെ ഇതിലോട്ട് വരുമ്പോൾ എനിക്ക് മ്യൂസിക് അത്ര വലിയ വർക്ക് ആയിട്ടില്ല. പക്ഷെ അതിന്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് സെറ്റ് ചെയ്തിട്ട്. വിഷ്വൽ ട്രീറ്റ് ഉണ്ട് മ്യൂസിക്കില്. അതായത് ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ ഇങ്ങനെ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഉന്നത നായകൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം പൊളിയാണ്. സേനാപതി ഐ എം വെയിറ്റിംഗ് ഫോർ പാർട്ട് 3. സേനാപതി കമലഹാസന്റെ ഫാനാണ്. അപ്പൊ സോ വെയിറ്റിംഗ് ഫോർ 3.